പറ്റുന്നിടത്തെല്ലാം തിരഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റേ സ്ഥലത്ത് നമുക്ക് പറ്റൂല, കാര്യം ഫുള്ള് നമ്മളെ അടിച്ച് പാറയിലോട്ട് കയറ്റിക്കൊണ്ടേയിരിക്കും. നമ്മുടെ മൗത്തിൻ്റെ ആ ഭാഗത്തിൻ്റെ കുറച്ചകത്തോട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ബാക്ക് ബാറ്ററൊക്കെ എല്ലാം ജോയിൻ ചെയ്യുന്ന ഭാഗത്തിന് കുറച്ചകത്തോട്ടായത്. മൗത്ത് ഭാഗത്ത് നമുക്ക് എന്തായാലും തരാൻ പറ്റത്തില്ല, കാര്യം അവിടെ 24 മണിക്കൂറിന് തരയും കറണ്ടും വിസിബിലിറ്റി 0 ആയിരിക്കും. നമ്മൾ അങ്ങോട്ട് പോയാൽ തന്നെ നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് പോകും. നമ്മൾ 1 മീറ്റർ 2 മീറ്റർ ഒരു തിര തന്നെ നമുക്ക് കൊണ്ടുപോകും. തിരിച്ച് വരുമ്പോഴത്തേക്ക് അടുത്ത തിര കൊണ്ടുപോകും. അങ്ങനെ തിര കൊണ്ടുപോയി നമ്മളെ കടലിനകത്തോട്ട് കൊണ്ടുപോകത്തേ ഉള്ളൂ. ആ കിടക്കുകയാണെങ്കിൽ ബോഡി ഉണ്ടെങ്കിൽ ആ റോക്ക് ഭാഗത്താണ്. അപ്പോൾ ആ മൊത്തം നമ്മൾ തിരഞ്ഞ് പിന്നെ ആ കർവിൽ എന്തായാലും ബോഡി കാണുമില്ല. ഉണ്ടെങ്കിൽ നമ്മൾ മാറി മാറി വരും. അവിടെ തിരഞ്ഞപ്പോൾ ഒന്നും കിട്ടില്ല. നമ്മളിപ്പോൾ 2 സെക്ഷനായിട്ട് ആ 30 മിനിറ്റ് തിരഞ്ഞിട്ടുണ്ട്. തിരച്ചിലിൻ്റെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് നമ്മൾ പറ്റുന്നിടത്തെല്ലാം തിരഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റേ സ്ഥലത്ത് നമുക്ക് പറ്റൂല, കാര്യം ഫുള്ള് നമ്മളെ അടിച്ച് പാറയിലോട്ട് കയറ്റിക്കൊണ്ടേയിരിക്കും. ഒരു കാരണവശാലും അങ്ങോട്ട് തരാൻ പറ്റില്ല. ഇന്നലെ ഇപ്പോൾ 1 മണിക്കൂറാണ് പരിശോധന. ഇന്നിപ്പോൾ കൂടുതൽ സമയം പരിശോധന നടത്താൻ അതിന് കൂടുതൽ പരിശോധന നടത്തി. ഇനി ഏത് ഭാഗത്താണ് പരിശോധന നടത്താനുള്ള ബാക്കിയുള്ളത്? ഇനി അവിടെ നമുക്ക് പരിശോധന നടത്താനുള്ള ഭാഗങ്ങളൊന്നുമില്ല. സാങ്കേതികമായിട്ട് പറ്റുന്ന ഭാഗങ്ങളൊന്നുമില്ല. പറ്റുന്നതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ചെയ്തിട്ടു. ഇവർ കുടുംബം നേരത്തെ ആവശ്യപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്താൻ പറ്റിയത്? അവർ ആവശ്യപ്പെട്ട സ്ഥലങ്ങളെല്ലാം നടത്തി. എന്നാലും മൊത്ത സ്ഥലത്ത് നമുക്ക് പറ്റൂല, കാര്യം അവിടെ നമ്മുടെ ഡേഞ്ചറാണ്, നമ്മുടെ സേഫ്റ്റിയുടെ നോക്കണം. അപ്പോൾ അവിടെ പരിശോധന നടത്താനെങ്കിൽ എങ്ങനെയാണത്? അവിടെ നമുക്ക് നിലവിലൊരു മാർഗ്ഗമില്ല അവിടെ പരിശോധന നടത്താൻ. അവിടെ കാണൂല, അവിടെ ബോഡി ഉണ്ടെങ്കിലും പൊതുവേ അത് നമ്മളിപ്പം പരിശോധന സ്ഥലത്തോട്ട് അവിടോട്ടായിരിക്കും വരാൻ ചാൻസ്. കാര്യം അങ്ങോട്ടാണ് വേവും കറണ്ടും കൂടുതൽ. ബോഡി സാധ്യമായ എല്ലാ സ്ഥലങ്ങളിലും പരിശോധന. ശരി.